ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഓണത്തിന് എടുക്കാമെന്നും പറഞ്ഞിരുന്ന വീഡിയോ ആണ്, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴും നബിദിനമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് നബിദിനത്തിൻ്റെ ആഘോഷവും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നത്. തിരുവോണവും നബിദിനവും എല്ലാം ഒന്നിച്ചായി വന്നേക്കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അരിഞ്ഞ് ആദ്യം ഇതിൻ്റെ മൂടും തലയും നമുക്കൊന്ന് കളയാം. നല്ല പഴുത്തതായിരുന്നു ഞാൻ നോക്കിയെടുത്തത്. ഇതിവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കൊച്ചതായിട്ട് അരിഞ്ഞാലേ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ശർക്കര പാനി കിടന്ന് വെന്ത് വരേണ്ടതാണ്. എനിക്കാണെങ്കിൽ വിരലുറയില്ലാതെ അരിയാനൊന്നും നോക്കത്തില്ല, കൈ മുറിയും. ഇതെല്ലാം അങ്ങനെ ചെറുതായിട്ട് നമ്മളെല്ലാം അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനു വേണ്ടി 1-ാം പാലെടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നെയ്യിലാണ് ചേർത്ത് നമ്മൾ ഇടുന്നത്. അതിന് വേണ്ടി ഞാൻ ചവ്വരി കോത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിൽ ഇട്ടൊന്ന് കോത്തി മാറ്റി വെച്ചേക്കാണ്. ഇനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാറുണ്ട്. 1 കിലോ പൈനാപ്പിന് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കി തുടങ്ങാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. 250 ഗ്രാം ശർക്കരയ്ക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു ചെറിയ മുന്തയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിവിടെ ഉരി വരട്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് 2 അടുപ്പുണ്ടല്ലോ. നമുക്ക് ആ 2-ാമത്തെ അടുപ്പിൽ നമുക്കൊന്ന് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഞങ്ങൾ കോത്തി വെച്ച ചവ്വരി നമുക്കൊന്ന് 1 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2-ാമത്തെ അടുപ്പ് കത്തിച്ച് നമ്മൾ ചവ്വരി ഒന്ന് വേവിക്കുകയാണ്. അതും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടും പെട്ടെന്ന് തന്നെ കിട്ടും. റെഡിയായി ശർക്കരയും ചവ്വരിയും. ശർക്കര ഇവിടെ അരിഞ്ഞ് തുടങ്ങാറായി. അതിന് കുറേശ്ശെ ഇറങ്ങിയാണ്. നമുക്കൊന്ന് കുത്തി ഇളക്കി കൊടുക്കാം. നല്ല കറുത്ത ശർക്കരയാണ്. ചവ്വരി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലും കൂടെ ഒന്ന് ഇതാക്കിയെടുക്കണം. എങ്കിലേ നമുക്കിതൊന്ന് തെളിഞ്ഞ് കിട്ടുള്ളൂ. നമുക്കിനി ഇതിൻ്റെ പുറത്തൂടെ പച്ചവെള്ളം കൂടെ ഒന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ചവ്വരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കല്ലും മണ്ണൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയാണ് ഗ്യാസിൽ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ പൈനാപ്പിൾ ഇതിൽ കിടന്ന് വെന്ത് വരണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം വേവണം. ഇതിലെല്ലാം വെന്ത് ചേരണം. ഈ ശർക്കര പാനിയും ഈ പൈനാപ്പിളും എല്ലാം ഇതിലേക്ക് ഒന്ന് വെന്ത് ചേരണം. ശർക്കര പാനി കിടന്ന് ഇതെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലോണം ഇവിടെ തിളച്ച് വരണം. ഈ രണ്ടാം പാലിൽ ഇതെല്ലാം നല്ലോണം വെന്ത് കുറുകി വരണം. എന്നിട്ടാണ് നമുക്കിനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇവിടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാലിൽ. ഇനി നമുക്ക് ഒന്നാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒന്നാം പാൽ ചേർത്തിട്ട് നമുക്ക് ബാക്കിയൊന്ന് ശർക്കര പാനിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് കുറുകി വരണം. ഈ ഒന്നാം പാലിലും ബാക്കിയൊന്ന് ശർക്കര പാനി എല്ലാം കൂടെ ചേർന്ന് നല്ലോണം കുറുകി വെന്ത് വരണം. അത് കഴിഞ്ഞിട്ടാണ് ചവ്വരിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്യിൽ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ചവ്വരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചവ്വരിയാണ് വേവിച്ച് ഒന്ന് കട്ടി പിടിച്ച് ഇതിൽ കിടക്കുമ്പോൾ ഒന്ന് വെന്ത് ചേരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കട്ടി പിടിച്ചിരിക്കുകയാണ്, കട്ട ഇതിലേക്കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചവ്വരിയെല്ലാം കട്ടി പിടിച്ചതായിരുന്നു. എല്ലാം നമ്മൾ ഉടച്ചതിലോട്ട് കറണ്ടിക്കൊന്ന് ഉടച്ചെല്ലാം കൂടെ ഒന്ന് ചേർക്കുകയാണ്. ഇതെല്ലാം ഇവിടെ ഉടച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഗ്യാസിൽ നമുക്കൊന്ന് പാനൊന്ന് വെച്ച് കൊടുത്ത് നമുക്ക് നെയ്യൊന്ന് ചേർത്ത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഈ നെയ്യിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണ്ട. നമുക്ക് ലേശം ഒന്ന് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നെയ്യിലും മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും കൂടെ നമുക്കൊന്ന് ഇതാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും കൂടെ ഇതെല്ലാം കുറുകി വന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്യിലേക്കൊന്ന് വരട്ടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ പായസത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 6-7 മാസം കൊണ്ട് വീഡിയോ ഇടാതെയൊക്കെ ഇരുന്നതാണ്. ഇനി നമ്മൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ. അസ്സലാമു അലൈക്കും.